ഈ കാണുന്ന കരിവണ്ടിനുള്ളിലുണ്ടല്ലോ നല്ല അടിപൊളിയൊരു ഡെസേർട്ട് ഉണ്ട്. സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുക്കുക. ഇതൊന്ന് 2 കഷ്ണം കേട്ടോ നമ്മൾ ഈ റെസിപ്പിയിലേക്ക് എടുക്കുന്നത്. ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് വീണ്ടും ചോപ്പ് ചെയ്തെടുക്കണം. മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, നല്ലോണം അലിയിച്ചെടുക്കാൻ എളുപ്പത്തിൽ ഇതുപോലെയുള്ള ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നതാണ് നല്ലത്. ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്ലാസ്സോ സ്റ്റീലോ ബൗളോ എടുക്കാം. ഇനി കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഈ ഒരു ബൗൾ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഷൈനിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മെല്ലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ലോണം മെൽറ്റായിട്ട് ഏകദേശം ഈ ഒരു പരുവത്തിലൊക്കെ കിട്ടും. ഇനി ഞാൻ കുറച്ച് ഡേറ്റ്സും കുറച്ച് നട്ട്സും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള സൈസൊക്കെ കൂടുതലുള്ള ഡേറ്റ്സ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതുപോലെ കീറിയിട്ട് അതിനുള്ള ആ ഒരു കുരു മാറ്റി ആ ഒരു സ്പേസിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നട്ട്സിൽ 1 2 ഒക്കെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഫില്ല് ചെയ്തെടുത്താൽ മതി. ബാക്കിയും ഇതുപോലെ തന്നെ വേറെ വേറെ നട്ട്സ് വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് എടുക്കുക. ഇതുപോലെ ഒരു സ്ക്വയർ വെച്ചിട്ട് നമ്മൾ കാരക്കയുടെ ഉള്ളിലേക്കൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നേരെ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സിലേക്ക് മുക്കിയിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് വന്നോളും. ഇത്രയുള്ള നല്ല ഷൈനിങ് ഉള്ള ഡേറ്റ്സിൻ്റെ ഒരു ഡെസേർട്ട് അങ്ങനെ തന്നെ പറയാം, അത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ സ്ക്വയർ മെല്ലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അത് പുറത്തേക്ക് വന്നോളൂ, നമ്മൾ കൈ വെച്ചിട്ടൊന്നും തൊടേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ആ ഒരു ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ കുറച്ച് പിസ്താഷ്യോസ് പൊടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഫ്രിഡ്ജിൽ ഒരു 5-10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് സെറ്റായിക്കോളും. എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ലോണം ഇഷ്ടമാവും. കാർക്കൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിലും എന്തായാലും കഴിച്ചോളും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.